നിനക്ക് എന്നെ അറിയില്ല അല്ലേ? നീയും ഞാനുമായി ഒരു ബന്ധമില്ല അല്ലേ? ശരി, ഞാൻ സമ്മതിച്ചു. എങ്കിൽ പറയ്, എൻ്റെ കണ്ണിൽ നോക്കി പതറാതെ പറയ്, നിനക്കെന്നെ അറിയില്ലെന്ന്, നീയും ഞാനുമായി ഒരു ബന്ധവുമില്ലെന്ന്. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ കൃഷ്ണ ജോയലിന് നേരെ അലറി. അവൻ ഒരു നിമിഷം ഒന്ന് പതറി. പിന്നെ അവൻ്റെ മുന്നിലായി കൃഷ്ണയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന തൻ്റെ അപ്പനെയും ഇച്ചായനെയും നോക്കി, ചുറ്റും കൂടി നിൽക്കുന്ന ബന്ധുക്കളെയും. ഒന്നും ആലോചിക്കാതെ അവൻ കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ തന്നെ പതറാതെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ വന്നതുപോലെ ആവില്ല നീ തിരികെ പോകുന്നത്. ജോയലിൻ്റെ ഉറച്ച വാക്കുകൾ അവളുടെ കാതുകളിലേക്ക് കാരിരുമ്പ് പോലെ തുളച്ചു കയറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന്. ജോയലിൻ്റെ ഇച്ചായൻ ജോബിൻ അവൾക്ക് നേരെ ചീറിക്കൊണ്ടു പറഞ്ഞു. തീ പാറുന്ന ഒരു നോട്ടമായിരുന്നു അതിനുള്ള കൃഷ്ണയുടെ മറുപടി. ഒരു നിമിഷം അവളുടെ ആ നോട്ടത്തിൽ എല്ലാവരും ഒന്ന് ഭയന്നു. കൃഷ്ണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. അതും പറഞ്ഞ് അവൾ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒരു പേപ്പറും ഫോട്ടോയും കയ്യിലേക്ക് എടുത്ത് ജോബിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്തു. എടുത്തു നോക്ക്. നിന്റെ കൂടപ്പിറപ്പിൻ്റെ മുഖം തന്നെയാണോ ആ ഫോട്ടോയിലുള്ളതെന്ന്? ആ പേപ്പറിലുള്ളത് ഇവൻ്റെ പേര് തന്നെയാണോ എന്ന് കണ്ണു തുറന്ന് നോക്ക്. ജോബിനോട് അത്രയും പറഞ്ഞ ശേഷം അവൾ ജോയലിന് മുന്നിലേക്ക് വന്നു നിന്നു. അവൻ്റെ വലതു കൈ ബലമായി പിടിച്ചുയർത്തി അവളുടെ കയ്യിൽ കരുതിയിരുന്ന എന്തോ ഒന്ന് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നിന്നെപ്പോലെ ഒരു നട്ടലില്ലാത്തവനെ പ്രണയിച്ചതിന് ഈ കൃഷ്ണപല്ലവിക്ക് കിട്ടിയ സമ്മാനമാണിത്. പുച്ഛത്തോടെ ജോയലിനോട് അത്രയും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടന്നു. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ ജോബിൻ, കരുതിയിരുന്നോ നീ കാരണം ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീടടക്കം ഒന്നിനെയും ബാക്കി വെക്കാതെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. വെറും വാക്ക് പറയാറില്ല കൃഷ്ണ. ജോബിന് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞ് അവൾ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. കിച്ചു! കുറച്ചു മുന്നോട്ട് നടന്നപ്പോഴേക്കും പിറകിൽ നിന്ന് വിറയാർന്ന സ്വരത്തിലുള്ള ആരുടെ വിളി കേട്ട് അവൾ നിന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായി. വിളിക്കണ്ട ജെസ്സി. പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ല കൃഷ്ണ. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ല. സ്വന്തമെന്ന് പറയാൻ ബാക്കിയുണ്ടായിരുന്ന ഏട്ടൻ കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഞാൻ. അതിൽ ബന്ധങ്ങളോ സ്വന്തങ്ങളോ എനിക്ക് തടസ്സമാകില്ല. തിരിഞ്ഞു നോക്കാതെ അത്രയും പറഞ്ഞ് അവൾ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോയി. തൻ്റെ മുഖത്തിന് നേരെ വീശിയെറിഞ്ഞ പേപ്പറും ഫോട്ടോയും ജോബിൻ നിലത്തുനിന്ന് കയ്യിലേക്കെടുത്ത് അത് നിവർത്തി നോക്കി. കല്യാണ വേഷത്തിൽ കഴുത്തിൽ ഹാരമണിഞ്ഞ് നിറഞ്ഞ പുഞ്ചിരിയാലെ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ജോയൽ. തൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാനാകാതെ ജോബിൻ ആ ഫോട്ടോ പിന്നെയും പിന്നെയും നോക്കി. അതിൻ്റെ കൂടെയുള്ള പേപ്പർ നിവർത്തി നോക്കിയ ജോബിൻ പിന്നെയും ഞെട്ടി. ജോയലിൻ്റെയും കൃഷ്ണയുടെയും കല്യാണം രജിസ്റ്റർ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ്. ജോബിൻ്റെ അന്തിച്ചുള്ള നിൽപ്പ് കണ്ട് അവരുടെ അപ്പൻ ജോൺ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കി. അത് കണ്ടിട്ടും അയാൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. പുച്ഛം കലർന്ന ഒരു ചിരിയോടെ അയാളത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. കൂടി നിന്ന വീട്ടിലുള്ള മറ്റുള്ളവരും അയാൾക്ക് പിറകെ അകത്തേക്ക് പോയി. ജോയലും ജോബിനും ജെസ്സിയും മാത്രം അവിടെ ബാക്കിയായി. ജോയൽ തൻ്റെ കയ്യിൽ കൃഷ്ണ ഏൽപ്പിച്ച വസ്തുവിലേക്ക് തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങി അതിലേക്ക് പതിച്ചു. ജെസ്സി വേഗം അവൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് അറിയാൻ അവൻ്റെ കൈ പിടിച്ചു താഴ്ത്തി നോക്കി. അവൾക്ക് അവളുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തോന്നി. അവൾ അറിയാതെ വാ പൊത്തി കരഞ്ഞുപോയി. ജോബിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ജോയൽ പരിസരം പോലും മറന്ന് അതിലേക്ക് തന്നെ നോക്കി നിന്നു. കൃഷ്ണ കൈകളിൽ വെച്ചുകൊടുത്ത പ്രഗ്നൻസി കിറ്റിലെ 2 ചുവന്ന വരകൾ അവനെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ ജോയലിന് തോന്നി. അവൻ അവൾ പോയ വഴിയെ നോക്കി ചങ്കുപൊടിയുന്ന വേദനയോടെ നിന്നു. ഇത് കുരിശിങ്കൽ തറവാട്. ഇവിടുത്തെ കാരണവർ കുരിശിങ്കൽ സേവ്യർ എന്ന സേവിച്ചൻ. ഏക്കറോളം വരുന്ന റബ്ബർ എസ്റ്റേറ്റുകളും ഏലത്തോട്ടങ്ങളുമുള്ള വലിയ ഭൂസ്വത്തിനുടമ. സ്വന്തമായി ബിസിനസ്സുകളും മറ്റുമുള്ള വലിയ കുടുംബം. ഭാര്യ മറിയം സേവ്യർ കുരിശിങ്കൽ. ഇവർക്ക് 3 മക്കൾ. മൂത്തവൻ ജോൺ സേവ്യർ കുരിശിങ്കൽ, ഭാര്യ ഷേർലി ജോൺ കുരിശിങ്കൽ. മക്കൾ ജോബിൻ ജോൺ കുരിശിങ്കൽ, ജോയൽ ജോൺ കുരിശിങ്കൽ, ജെസീക്ക ജോൺ കുരിശിങ്കൽ. രണ്ടാമൻ ജോസഫ് സേവ്യർ കുരിശിങ്കൽ, ഭാര്യ റോസി ജോസഫ് കുരിശിങ്കൽ. ഇവർക്ക് ഒരു മകനാണ്, ജിബിൻ ജോസഫ് കുരിശിങ്കൽ. ഇളയവൾ ജാൻസി സേവ്യർ കുരിശിങ്കൽ. ഭർത്താവ് പോൾസൺ ആന്റണി കളരിക്കൽ. മക്കൾ ലെവിൻ പോൾസൺ കളരിക്കൽ, ലിയോണ പോൾസൺ കളരിക്കൽ. ഏതാ ജോച്ച ആ പെണ്ണ്? എന്തൊരു അഹങ്കാരമാണ് അവൾക്ക്! എത്ര ധൈര്യമുണ്ടായിട്ടാ അവളെ മുറ്റത്ത് വന്ന് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്! എന്നിട്ട് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ ഒരു കള്ള സർട്ടിഫിക്കറ്റും ഫോട്ടോയും. കൃഷ്ണ കൊടുത്തിട്ട് പോയ ഫോട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് ലിയോണ ജോയലിനോട് ചോദിച്ചു. കുരിശിങ്കലുള്ള എല്ലാവരും ആ വലിയ ഹാളിൽ അവിടെവിടെയായി നിൽപ്പുണ്ട്. ജോബിനും ജിബിനും ലെവിനും ജെസ്സിയും ഒരു സോഫയിൽ ഇരിക്കുന്നു. ഷേർലിയും റോസിയും ജാൻസിയും ഒരു സൈഡിലായി നിൽപ്പുണ്ട്. ജോസഫും പോൾസണും മറ്റൊരു സോഫയിൽ ഇരിക്കുന്നു. ഹാളിന് നടുവിലായി നിൽക്കുകയാണ് ലിയോണയും ജോയലും. സേവിയറും മറിയയും ജോണും മാത്രം അവിടെയില്ല.
ലിയോണയുടെ ചോദ്യങ്ങൾക്ക് ജോയൽ നൽകുന്ന മറുപടിക്ക് വേണ്ടി കാതോർക്കുകയാണ് എല്ലാവരും. ഇച്ചായൻ ഇതൊന്നും കണ്ട് ഡെസ്പ് ആവണ്ട. എനിക്കറിയില്ലേ എൻ്റെ ഇച്ചായനെ. നമ്മുടെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞിട്ട് അത് മുടക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതാ ആ പെണ്ണ്. അല്ലെങ്കിലും അവളെ പോലുള്ളവന്മാർക്ക് ഇച്ചായനെ പോലെ ഉശിരുള്ള ആൺപിള്ളേരെ കാണുമ്പോൾ ഓരോന്നൊക്കെ തോന്നും. അതിനുവേണ്ടി വന്നത് തന്നെയാ അവള്. ലിയോണ പറയുന്നതെല്ലാം കേട്ടിട്ടും അവളോടുള്ള ദേഷ്യം കടിച്ചമർത്തി നിന്നതല്ലാതെ ജോയൽ പ്രതികരിച്ചില്ല. പക്ഷേ കൃഷ്ണയെ മോശമായി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ജെസ്സി ഇരുന്നിടത്ത് നിന്ന് പാഞ്ഞു ചെന്ന് ലിയോണയുടെ കവിളിൽ ആഞ്ഞടിച്ചു. നീ എന്നതാ പറഞ്ഞേ? കിച്ചു മോശപ്പെട്ട പെണ്ണാണെന്നോ? എത്ര ധൈര്യമുണ്ടായിട്ടാടി നീ എൻ്റെ കിച്ചുവിനെ കുറിച്ച് പറയുന്നത്? ഇനി ഒരക്ഷരം അവളെപ്പറ്റി നിന്റെ വായിൽ നിന്ന് വീണാൽ പിഴുതെടുക്കും നിന്റെ ഈ പിഴച്ച നാക്ക്. ജെസ്സി ദേഷ്യം നിയന്ത്രിക്കാനാകാതെ വീണ്ടും ലിയോണയെ തല്ലാനായി കൈ ഉയർത്തിയതും സേവിച്ചൻ്റെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി. എല്ലാവരും ഒരു നിമിഷം ഭയന്നുപോയി അയാളുടെ വിളിയിൽ. എന്നതാ ഇവിടെ? നീ എന്നാത്തിനാ അവളെ തല്ലുന്നത്? മാണിക്കശ്ശേരിയിൽ ഉള്ളവർക്ക് വേണ്ടി വാദിക്കാൻ എന്നു മുതലാ കുരിശിങ്കലുള്ളവരുടെ നാവ് പൊങ്ങിത്തുടങ്ങിയത്? സേവിച്ചൻ കത്തുന്ന കണ്ണുകളോടെ ജെസ്സിയോട് ചോദിച്ചു. വാദിച്ചാൽ എന്നതാ വല്യപ്പച്ചാ കുഴപ്പം? കാരണവന്മാരായിട്ടുള്ള ശത്രുതയ്ക്ക് ഞങ്ങൾ പുതിയ തലമുറക്കാരും കുട പിടിക്കണം എന്നാണോ? പിന്നെ ശത്രുത കാണിക്കാൻ ഇപ്പോൾ മാണിക്കശ്ശേരിയിലെ കാരണവനും മോനും ഒന്നും ജീവിച്ചിരിപ്പില്ല. ഇനി ആകെ ബാക്കിയുള്ളത് അവരുടെ രക്തത്തിലെ രണ്ടു പേര് മാത്രമാണ്, എൻ്റെ കിച്ചുവും അവളുടെ ഏട്ടനും. എന്താ ഇനി അവരെ കൂടെ കൊല്ലണമെന്നാണോ? ബാക്കിയുള്ളവരെയൊക്കെ കൊന്ന് അവരെ അനാഥരാക്കിയത് വല്യപ്പച്ചൻ തന്നെയാണെന്നാ ഒളിഞ്ഞും തെളിഞ്ഞ് കേൾക്കുന്നത്. ജെസ്സി പുച്ഛത്തോടെ സേവിച്ചനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ജെസ്സി, നീ ആരോടാ സംസാരിക്കുന്നതെന്ന ബോധമുണ്ടോ നിനക്ക്? ജോബിൻ മുന്നോട്ട് വന്ന് അവളുടെ കൈത്തണ്ടൽ പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് അലറി. വിട്ടേക്കടാ കൊച്ചനെ, അവള് പറയട്ടെ. അവൾ എന്ത് പറഞ്ഞിട്ട് ഇവിടെ എന്ത് കാര്യം? ഇവള് പറഞ്ഞില്ലേ ഇവളുടെ കിച്ചു എന്ന്? ആ പെണ്ണ് കുറച്ചു മുമ്പ് ഇവിടെ കിടന്ന് താണ്ഡവം ആടിയിട്ട് എന്ത് സംഭവിച്ചു? ഈ മുറ്റത്തെ ഒരു പുൽക്കൊടിയിലെങ്കിലും അവൾക്ക് അവകാശമുണ്ടെന്ന് തെളിയിക്കാൻ അവൾക്ക് കഴിഞ്ഞോ? ചുളുവിൽ എൻ്റെ ചെറുക്കനെ കിട്ടിയാൽ അങ്ങ് കൊണ്ടുപോകാം എന്ന് അവൾ കരുതി. അവളുടെ ആ മോഹം ചീട്ടുകൊട്ടാരം വരെ പൊളിഞ്ഞുപോയി. അതുപോലെ അവൾക്ക് വേണ്ടി വാദിക്കുന്ന ഇവളും തോൽക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സേവിയർ പറയുന്നതാണ് നിയമം. ദാ ഇവൻ എൻ്റെ മകൾ ജാൻസിയുടെ കൊച്ച് ലിയോണയ്ക്കുള്ളതാ. ജോയലിനടുത്തേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സേവിച്ചൻ പറഞ്ഞു. അയാളെ ഒന്ന് നോക്കിയതല്ലാതെ ജോയൽ അപ്പോഴും പ്രതികരിച്ചില്ല. ലിയോണ സന്തോഷത്തോടെ സേവിച്ചനെ കെട്ടിപ്പിടിച്ചു. ജെസ്സി കണ്ണുകൾ മുറുകെ അടച്ച് അവളുടെ ദേഷ്യം നിയന്ത്രിച്ചു. അയാൾ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് എല്ലാവരുടെ കണ്ണുകളിലും ദേഷ്യം ഇരച്ചു കയറി, രണ്ടുപേരുടേതൊഴിച്ച്. ഐസുവിന് മുന്നിൽ നിർവികാരമായി നിൽക്കുകയാണ് കൃഷ്ണ. ഇനിയും പൊഴിക്കാൻ കണ്ണുനീറില്ലെന്ന പോലെ അവളുടെ കണ്ണുകൾ വറ്റി വരണ്ടിരുന്നു. ഐസിയു ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. 50-നടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ. അവൾ അയാളോടൊന്നും ചോദിച്ചില്ല. അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നിർവികാരമായി നോക്കി നിന്നു. കിച്ചു മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. അവനൊരു കുഴപ്പവുമില്ല. അത്ര ആഴത്തിലുള്ള മുറിവൊന്നുമല്ല. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റും, ഡോക്ടർ അവളോട് സൗമ്യമായി പറഞ്ഞു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. മോളെ, ഇത് മനഃപൂർവ്വം അവൻ കാശിയെ കൊല്ലാൻ വേണ്ടി കുത്തിയതല്ല. അപ്പോൾ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ? വേണ്ട അങ്കിൾ, ഇതിന് പോലീസിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇത് ചെയ്തവരോടൊക്കെ കണക്ക് ചോദിക്കാൻ ഈ കൃഷ്ണ മാത്രം മതി. എന്നാലും മോളെ, ഹോസ്പിറ്റലിൻ്റെ നിയമത്തിന് അത് എതിരല്ലേ? ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കും? ഹോസ്പിറ്റൽ MD ആയ ഞാനും എൻ്റെ ഏട്ടനും പറയുന്നതാണോ അതോ അങ്കിൾ പറയുന്നതാണോ ഇവിടുത്തെ നിയമം? മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. വേണ്ട, എനിക്ക് കൂടുതലൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പോലീസിൽ അറിയിക്കേണ്ട. ഇനി അതിൽ മാറ്റമില്ല. അയാൾ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് കൃഷ്ണ അയാളെ കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരി, ഞാനായിട്ട് പോലീസിൽ അറിയിക്കില്ല. അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. കൃഷ്ണ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ ഇട്ടിരുന്ന കസേരകളിൽ ഒന്നിലിരുന്നു. അവൾ കൈകളിൽ തല താങ്ങി കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. മുടിയിഴകളിൽ ആരോ തഴുകും പോലെ തോന്നിയതും അവൾ വേഗം തല ഉയർത്തി നോക്കി. മുന്നിലിരിക്കുന്ന ജോണിനെ കാണെ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ വാശിയോട് അവളുടെ മേലുള്ള അയാളുടെ കൈ തട്ടിയെറിഞ്ഞു. ജോൺ ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിയെങ്കിലും അയാൾ പിന്മാറിയില്ല. വീണ്ടും അവളുടെ തലയിൽ തലോടി. ഇത്തവണ അവൾ പ്രതികരിച്ചില്ല. അയാളെ നോക്കാതെ മറ്റെങ്ങോ നോക്കി അവൾ നിർവികാരമായി ഇരുന്നു. പറഞ്ഞതല്ലേ നിന്നോട് അങ്ങോട്ട് വരണ്ടാന്ന്? എന്തിനാ വെറുതെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടത്? എൻ്റെ മകനാണെങ്കിലും അവൻ അവൻ്റെ വല്യപ്പച്ചൻ പറയുന്നതിന് അപ്പുറം പോകില്ല. വല്യപ്പച്ചൻ്റെ സന്തോഷത്തിന് വലുതായി അവന് മറ്റൊന്നുമില്ല, ജോൺ സങ്കടത്തോടെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ മാണിക്കശ്ശേരിയിലെ രക്തമാണെന്ന് അറിഞ്ഞപ്പോൾ അവന് ഞാൻ ആരുമല്ലാതായത്. കൃഷ്ണ അയാൾക്കുള്ള മറുപടിയും കൊടുത്തു. മോളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ അവനെ സ്നേഹിച്ചത്?
എൻ്റെ ചന്ദ്രന് ഞാൻ കൊടുത്ത വാക്കായിരുന്നു ജോയൽ നിനക്കുള്ളതാണെന്ന്. ഞാനത് പാലിച്ചു. പക്ഷേ അതിലെ നീതി പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്നെ അവൻ്റെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് കാണാതെ എൻ്റെ ചന്ദ്രനും പോയി. അയാൾ ഒന്ന് തേങ്ങി. കൃഷ്ണയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഞാൻ അവന് അത്രയ്ക്കും അന്യായി പോയോ ജോപ്പ? അവളൊരു തേങ്ങലോടെ ചോദിച്ചു. സത്യങ്ങൾ അറിയുമ്പോൾ തള്ളിക്കളയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് എന്നോടുള്ള സ്നേഹം. എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞു ജീവനെ ഓർത്തെങ്കിലും അവൻ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ ഈ നിമിഷം വരെയും പ്രതീക്ഷിച്ചു. ജോപ്പന് പകരം അവനെയായിരുന്നു ഞാനിവിടെ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ അവനെ വല്ലാതെ വിശ്വസിച്ചു പോയി. സ്വന്തം അപ്പൻ്റെ ശത്രുവിനോടും കുടുംബത്തിനോടും ജോപ്പനില്ലാത്ത എന്ത് വൈരാഗ്യമാണ് അവനുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല ജോപ്പ. മാണിക്യശ്ശേരി മനയുമായി ഈ ജോൺ സേവ്യറിൻ്റെ കടപ്പാടിൻ്റെ ബന്ധമുള്ള കാര്യം കുരിശിങ്കലുള്ള എൻ്റെ പെൺപിറന്നോത്തിക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ മോളെ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മോൾ നിന്നോട് ഈ ചതി കാണിക്കില്ലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി. പക്ഷേ ഇനി അങ്ങനെയല്ല. എൻ്റെ മകൻ്റെ ഭാര്യയായി അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി നിന്നെ എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെ പിടിച്ചു കയറ്റും കുരിശിങ്കൽ തടവാടിൻ്റെ പടി. അത് നിന്റെ ജോപ്പൻ നിനക്ക് തരുന്ന വാക്കാ. കാശി പഴയ സ്ഥിതിയിലേക്ക് വരുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്ക്. അവനെ ഈ അവസ്ഥയിലാക്കിയ എൻ്റെ മൂത്ത സന്തതിക്കും നമുക്കും കൈയോടെ കൊടുത്തേക്കാം. അത്രയും പറഞ്ഞ് ജോൺ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാനിപ്പോൾ പോവുക. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അന്ന് ഞാൻ തിരികെ പോകുമ്പോൾ നീയും ഉണ്ടാകും എൻ്റെ ഒപ്പം കുരിശിങ്കൽ തറവാട്ടിലേക്ക്. അതും പറഞ്ഞ് അയാൾ നടന്നകന്നു. ഇത് കൃഷ്ണപല്ലവി. മാണിക്യശ്ശേരി മനയിലെ കാരണവൾ ചന്ദ്രശേഖരവർമ്മയുടെയും ഭാര്യ ലക്ഷ്മിക്കുട്ടിയുടെയും ഒരേ ഒരു മകനാണ് ചന്ദ്രചൂഡൻ. കുരിശിങ്കൽക്കാരെപ്പോലെ സ്വന്തമായി ബിസിനസ്സുകളും മറ്റുമുള്ള വലിയ കുടുംബമാണ് മാണിക്യശ്ശേരി. ചന്ദ്രശേഖരവർമ്മയിലും കുരിശിങ്കലിലെ സേവ്യരും തമ്മിലുള്ള കാലങ്ങളുള്ള ശത്രുതയാണ്. അത് എന്തിൻ്റെ പേരിലാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഇന്നും ആർക്കും അറിയില്ല. ഭാര്യമാരായ ലക്ഷ്മിക്കുട്ടിക്കോ മറിയയ്ക്കോ പോലും അറിയാത്ത രഹസ്യം. കാരണവന്മാർക്ക് മാത്രം അറിയുന്ന ആ രഹസ്യത്തിൻ്റെ പേരിൽ ഇന്നും ആ ശത്രുത നിലനിൽക്കുന്നു. 1 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ ശേഖരനും ലക്ഷ്മിക്കുട്ടിയും സുഭദ്രയും ചന്ദ്രനും മരണപ്പെട്ടു. ഇപ്പോൾ ബാക്കിയുള്ളത് കൃഷ്ണയും കാശിയും മാത്രമാണ്. എങ്കിലും കാരണവന്മാരോടുള്ള ചൊരുക്ക് സേവിച്ചൻ ഇപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. കാലങ്ങളായി കണ്ടുപഴകിയ ശത്രുതയുടെ പേരിൽ കുരിശിങ്കലുള്ള ഓരോ തലമുറയും അത് പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ സേവിച്ചൻ്റെ ശത്രുക്കൾ കുരിശിങ്കൽക്കാരുടെ മുഴുവൻ ശത്രുക്കളായി. ജോണിന് മാണിക്യശ്ശേരിയുമായുള്ള സ്നേഹബന്ധം ഇന്നോളം കുരിശിങ്കലുള്ള ആർക്കും അറിയില്ല, ജോണിൻ്റെ ഭാര്യ ഷേർലിക്കൊഴികെ. യെസിക്ക് എന്നും കൃഷ്ണപല്ലവി അവളുടെ കിച്ചു മാത്രമാണ്. മാണിക്യശ്ശേരിയോ മതമോ ജാതിയോ ശത്രുതയോ ഒന്നും അവൾക്ക് ബാധകമല്ല. കുരിശിങ്കൽ ഉള്ളവരുടെ എതിർപ്പിനെ മറികടന്ന് ഇന്ന് മാണിക്യശ്ശേരിയുമായി ബന്ധം പുലർത്തുന്ന കുരിശിങ്കലെ ഏക സന്തതി. ജോൺ തിരികെ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും വീടിൻ്റെ ഉമ്മറത്തും മുറ്റത്തുമൊക്കെയായി നിൽക്കുകയാണ്. അയാൾ കാർ മുറ്റത്ത് നിർത്തി അതിൽ നിന്ന് പുറത്തേക്കിറങ്ങി. എന്നാ അച്ഛനാ എല്ലാവരും ഇങ്ങനെ പുറത്തേക്കിറങ്ങി നിൽക്കുന്നത്? അയാൾ അങ്ങോട്ട് ചെന്ന് ജോസഫിനോട് ചോദിച്ചു. ഈച്ചായ മറന്നോ? ഇന്നാ അമ്മച്ചി വരുന്നത്, അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നതാ. അയാൾ രഹസ്യം പറയും പോലെ പതിയെ ശബ്ദം താഴ്ത്തി ജോണിനോട് പറഞ്ഞു. ഓ, ഞാനത് മറന്നു. എല്ലാം ഓർത്തിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്, അയാളൊരു പുച്ഛത്തോടെ പറഞ്ഞു. എവിടെ എൻ്റെ ചൽപുത്രൻ? കാണുന്നില്ലല്ലോ ഇവിടെ. ജോൺ ചുറ്റുമൊന്ന് നോക്കി. അവിടെ എവിടെയും ജോയലിനെ കാണാതെ വന്നപ്പോൾ അയാൾ ജോസഫിനോടായി ചോദിച്ചു. ഇവിടെ ഇല്ല. ജോബിനും ജിബിനും അവനെയും കൂട്ടി പുറത്തേക്ക് പോയി, ജോസഫ് പതിയെ പറഞ്ഞു. അത് നന്നായി. അമ്മച്ചി വരുമ്പോൾ അവൻ ഇവിടെ ഇല്ലാത്തത് തന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നുമോൻ്റെ വീരസാഹസ്യങ്ങളൊക്കെ അറിയുമ്പോൾ അമ്മച്ചി ഇന്ന് തന്നെ അവനുള്ള കുഴി വെട്ടും. പിന്നെ മൂത്തവൻ്റെ തെമ്മാടിത്തരത്തിന് ഇനി ആര് സമാധാനം പറയുമെന്ന് എനിക്കൊരു പിടിയുമില്ല. ജോൺ മുകളിലേക്ക് നോക്കി കൈമലർത്തി പറഞ്ഞുകൊണ്ട് ജോസഫിൻ്റെ മുഖത്തേക്ക് നോക്കി. ജോസഫാണെങ്കിൽ ജോണിനെ നോക്കി നന്നായി തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. കൂടുതൽ കിണിക്കണ്ട നീ. നിനക്കുമില്ലേ എൻ്റെ മക്കളെ പോലെ തലതിരിഞ്ഞ ഒന്ന്? അവൻ പണി തരാതെ നോക്കിക്കോ. എൻ്റെ ഇളയ പുത്രൻ്റെ അതേ പ്രായമല്ലേ അവനും. തല്ലുകൊള്ളി തലത്തിന് 3 ഒറ്റക്കെട്ട, കൂടെ ആ ലേവിനും. ജോൺ പറഞ്ഞത് കേട്ടതും ജോസഫിൻ്റെ ചിരി നിന്നു. എന്നതാ രണ്ടും കൂടെ അവിടെ നിന്ന് രഹസ്യം പറയുന്നത്? ഓരോന്ന് പറഞ്ഞ് സഹതപിച്ചുകൊണ്ട് നിന്ന ജോണിനും ജോസഫിനും അരികിലേക്ക് നടന്നുകൊണ്ട് ഷേർലി ചോദിച്ചു. അവർക്കൊപ്പം റോസിയും അവിടേക്ക് നടന്നു. ഒന്നുമില്ലടോ, നമ്മുടെ മക്കളുടെ ലീലാവിലാസങ്ങളെപ്പറ്റി പറയുമായിരുന്നു. അതിപ്പോൾ എന്നതാ ഇത്ര പറയാൻ? അപ്പന്മാരുടെ അല്ലയോ മക്കൾ? ഇതും ഇതിനപ്പുറവും കാണിക്കും, അവിടേക്ക് വന്നുകൊണ്ട് റോസി പറഞ്ഞു. ആ, അതും കൂടെ ഇനി എടുത്ത് ഞങ്ങളുടെ മണ്ടയ്ക്ക് വെക്കടി, ജോസഫ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളതിങ്ങനെ കടിച്ചു പൊട്ടിക്കേണ്ട, ഞാനൊരു സത്യം പറഞ്ഞതാ. റോസി അയാളെ നോക്കി ചുണ്ടുകൊട്ടി. അപ്പച്ചൻ എന്തിയടി? ജോൺ ഷേർലിയോട് ചോദിച്ചു. ലിയ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു, റൂമിൽ കാണും. വല്ല തലയണ മന്ത്രവും ഓതി കൊടുക്കാനാവും എൻ്റെ ചെറുക്കനെ കയ്യിലെടുക്കാൻ, ഷേർലി ഇഷ്ടക്കേടോടെ പറഞ്ഞു.
നീ പേടിക്കണ്ടടി, അവൾക്ക് എന്തായാലും എൻ്റെ ചെക്കനെ ഞാൻ കൊടുക്കത്തില്ല, ജോൺ ഉറപ്പോടെ പറഞ്ഞു. അതെന്നതാ ഇച്ചായ അങ്ങനൊരു വർത്താനം? അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ജാൻസി ജോണിനോട് അരിശത്തോടെ ചോദിച്ചു. അവരുടെ കൂടെ പോൾസനും അങ്ങോട്ടേക്ക് വന്നു. എന്നതാ അളിയ, ജോയലിന് എൻ്റെ കൊച്ചിനെ കൊടുക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താ അവൾക്കൊരു കുഴപ്പം? ജോയലിന് ചേരാതിരിക്കാൻ മാത്രം അവൾക്ക് എന്താ സൗന്ദര്യമില്ലേ, പഠിപ്പില്ലേ? സമ്പത്തിൻ്റെ കാര്യത്തിലായാലും കുരിശിങ്കൽ തറവാടിൻ്റെ ഒട്ടും താഴെയല്ല കളരിക്കലും. പോൾസൺ ഒരുതരം പുച്ഛത്തോടെയും അഹങ്കാരത്തോടെയും പറഞ്ഞു. നിങ്ങളുടെ മോളുടെ കുറവുകളൊന്നും ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ പോളച്ചായ. എൻ്റെ മോന് അവൾ ചേരില്ല എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഷേർലി വിട്ടുകൊടുക്കാതെ പോൾസനോട് പറഞ്ഞു. അതെ, അവൾ പറഞ്ഞതാ ശരി. ലിയ ഇവിടുത്തെ കുട്ടി തന്നെയാണ്, അവൾക്ക് ഒരു കുറവുമില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ജോയലിൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ തെളിവുകൾ സഹിതം കാണിച്ച ഒരു പെൺകൊച്ച് ഈ മുറ്റത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിലെ സത്യാവസ്ഥ അറിയാതെ ഇവിടെ ഇനി ആരും ജോയലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ട. തീരുമാനമെടുക്കാൻ അവൻ്റെ അപ്പനായ ഞാനിവിടെയുണ്ട്. എൻ്റെ കാലശേഷം മതി എൻ്റെ പിള്ളേരുടെ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കുന്നത്. അത് പൊളിച്ചു. കോടപ്പാ കൈ. ജോണിൻ്റെ ഡയലോഗ് കേട്ട് അങ്ങോട്ട് വന്ന ജെസ്സി അയാളുടെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു. ഓ, വന്ന അസത്ത്, ജാൻസി നിന്ന് പിറുപിറുത്തു. അസത്ത് നിങ്ങളുടെ മോളാ തള്ളേ? അവർക്കരിയിലേക്ക് പാഞ്ഞു ചെന്ന് ജെസ്സി വാശിയോടെ പറഞ്ഞു. ജെസ്സി, മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്ക്, ഷെർലി അവളെ ശാസനയോടെ വിലക്കി. മമ്മി കേട്ടില്ലേ അവർ പറഞ്ഞത്? ജെസ്സി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. വിട്ടേക്കടി മോളെ, വിവരമില്ലാത്തവർ അങ്ങനെ പലതും പറയും. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറഞ്ഞതല്ല. ബുദ്ധിയുടെയും വിവരത്തിൻ്റെയും കാര്യത്തിൽ ഇവള് പണ്ടേ ലേശം പുറകോട്ടാ. പക്ഷേ കുരുട്ടുബുട്ടിക്ക് എല്ലാവരെയും കടത്തി വെട്ടും ഇവള്. ആ ഒരു കാര്യത്തിൽ എൻ്റെ അളിയനും ഒട്ടും മോശമല്ല. ജോസഫ് ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞ് ജെസ്സിയുടെ തോളിൽ കൈയിട്ട് നിന്നു. ജാൻസിയും പോൾസനും അത് കേട്ട് ചവിട്ടിത്തുള്ളി അവിടുന്ന് പോയി. നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനൊരു പെങ്ങളുണ്ടായത്? ജാൻസി ആൻറ്റിയാണ് ലിയയ്ക്ക് ഓരോന്ന് ഓതിക്കൊടുത്ത് ജോയിച്ചായൻ്റെ പിന്നാലെ പറഞ്ഞു വിടുന്നത്. ജെസ്സി ഇഷ്ടക്കേടോടെ പറഞ്ഞു. ആ, ഉണ്ടായിപ്പോയില്ലേ, ഇനി സഹിക്കാം, അതേ പറ്റൂ. അവൾക്ക് അന്നും ഇന്നും പണത്തിനോടും ആഡംബര ജീവിതത്തിനോടും ആണ് താല്പര്യം. മോളെ കൂടി ഇവിടേക്ക് വിട്ടാൽ ഇവിടുത്തെ സ്വത്തുക്കളൊന്നും പുറത്തു പോവില്ലല്ലോ, ജോൺ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. പിറകെ ജോസഫും ഷേർലിയും റോസിയും. അവരുടെ ആ മോഹം ഈ ജന്മം നടക്കില്ല. എൻ്റെ ജോയിച്ചാൻ്റെ പെണ്ണ് അത് എന്നും എൻ്റെ കിച്ചു മാത്രമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ലിയയ്ക്ക് ഒരിക്കലും ജോയിച്ചാനെ കിട്ടില്ല. ജെസ്സി മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവർക്ക് പിറകെ അകത്തേക്ക് കയറി. കാശിയെ വൈകുന്നേരത്തോടു കൂടി റൂമിലേക്ക് മാറ്റിയിരുന്നു. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നതല്ലാതെ അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണ തന്നെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവന് വേണ്ടുന്ന മരുന്നുകൾ വാങ്ങാനും മറ്റുമായി കൂടി നടക്കുകയാണ് അവൾ. ഏട്ടാ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? 2 ദിവസം ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അതും പറഞ്ഞ് ബാഗും കയ്യിലെടുത്ത് കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങാനായി തുനിഞ്ഞു. കിച്ചു, കാശി നിറകണ്ണുകളോടെ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. കിച്ചു, അവൻ ഒരിക്കൽ കൂടി അവളെ വിളിച്ചു. ഇപ്രാവശ്യം അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. നീ ഇനി എങ്ങോട്ടും പോകണ്ട കിച്ചു. കുറേ ആയില്ലേ ഇങ്ങനെ കിടന്ന് ഓടുന്നു. നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല എന്ന കാര്യം ഓർമ്മ വേണം. എന്തെങ്കിലും കഴിച്ചിരുന്നോ നീ? കാശി വേദനയോടെ ചോദിച്ചു. കുഞ്ഞിൻ്റെ അപ്പനില്ലാത്ത കരുതലും സ്നേഹവും ഒക്കെ എനിക്കെന്തിനാ ഏട്ടാ? ഇങ്ങനെ ഒരു ഭാര്യയും അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞും ഉണ്ടെന്ന് അവനിപ്പോൾ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. എങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും, പൊന്നുപോലെ വളർത്തും. അപ്പനില്ലാതെ വളരാനാണ് എൻ്റെ കുഞ്ഞിൻ്റെ വിധിയെങ്കിൽ അങ്ങനെ, കൃഷ്ണ വാശിയോടെ പറഞ്ഞു. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് പറ്റി നിനക്ക്? ജോയൽ അവൻ വന്നില്ലേ ഇങ്ങോട്ട്? കാശി സംശയത്തോടെ ചോദിച്ചു. വരില്ല ഏട്ടാ, അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഞാനും ഏട്ടനും മാണിക്യശ്ശേരിയിലെ രക്തമാണെന്ന് അവൻ അറിഞ്ഞു. ഞാൻ പോയിരുന്നു കുരിശിങ്കൽ തറവാട്ടിൽ. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെ അറിയില്ലെന്ന്, ഞാൻ അവൻ്റെ ആരുമല്ലെന്ന്. അവൻ്റെ ജീവന്റെ തുടിപ്പ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ എന്നെ തിരികെ വിളിച്ചില്ല. അവളൊന്ന് തേങ്ങിപ്പോയി. അവളത് പറഞ്ഞു കഴിഞ്ഞതും ആരോ റൂമിൻ്റെ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കൃഷ്ണ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. ജോ, അവളുടെ നാവ് പതിയെ ഉച്ചരിച്ചു.